തുടർന്ന് നാം വിവാഹ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുകയാണ്. അതിനായിട്ട് ക്ഷണിക്കപ്പെട്ട് ഈ വിവാഹ ശുശ്രൂഷ ആസ്വദിക്കാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ജനറൽ വൈസ് പ്രസിഡന്റായിട്ട് കർത്താവിൻ്റെ മഹത്വമാർന്ന ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങൾ സണ്ണി പാസ്റ്റർ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന പാസ്റ്റർ ജോൺസൺ കെ സാമുവേൽ അവരുകളാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഈ വിഭാഗത്തെ പറ്റി അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിക്കുകയും തക്ക സമ്മതത്തിന് കർത്താവിന്റെ കടന്നു വരികയും ചെയ്യുവാനായി ഇടയാക്കിയിരുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ നിർവഹിക്കുന്നതായിരിക്കും. ആദരവോടെ കർത്തദാസനെ ക്ഷണിക്കും. പരിശുദ്ധമായ നാമത്തിന് നിങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇന്നത്തെ നിയുക്ത അതിഥികൾ ഞാൻ വളരെ അഭിമാനിക്കുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്ത് ശക്തമായി പ്രയോജനപ്പെടുന്ന വത്സല്യ കുഞ്ഞുങ്ങളെ വരും കാലയളവിൽ അവരുടെ ആത്മീക കണ്ണുകൾ പിന്നെയും വർദ്ധിച്ച് ശക്തമായ നിലയിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് മുൻപിൽ പ്രത്യേകിച്ച് ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന ചെറിയാൻ ആന്റണി, എനിക്ക് മുൻപിൽ ദൈവം സംസാരിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ സജി ചെറിയനവറുകൾ, അതുപോലെ തന്നെ ഫാസിൽ കുര്യൻ മാധ്യമകൾ, ഈ സംഘത്തെ ചുമതല വഹിക്കുന്ന സത്യം വരുന്നവരുകൾ, വീതിയിലായിരിക്കുന്ന ആദരണീയരായ ദൈവദാസന്മാർ, വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ഗാന ആലാപകർ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, വാത്സല്യ കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശ്വര നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൃത്യസമയത്തിനുള്ളിൽ ആശയസമ്പുഷ്ടമായ ദൈവവചനത്തിൻ്റെ ചിന്തകൾ നൽകിയ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യും. പെട്ടെന്ന് ഞാനെന്ന ഈ വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ച് ബഹുമാന്യനായിരിക്കുന്ന ലോകസഭയുടെ ഭാഷനായിരിക്കുന്ന ദൈവദാസനോട് ചോദിച്ചപ്പോൾ കൃത്യം 10:15 വന്നു. 10:30 തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കണം എന്ന് വാങ്ങിക്കണം. ഞാൻ കൃത്യം 10-12 വന്നു. പക്ഷേ ഈ ഹോളിൽ ആരുമില്ല. പിന്നെ പരിസരത്തേക്ക് കുറേ ആളുകൾക്ക് കണ്ടേതായാലും അല്പം വൈകിയായാലും നമുക്ക് ഈ ശുശ്രൂഷ തക്ക സമയത്ത് നിവർത്തിപ്പാനായിട്ടിടയായല്ലോ നമ്മൾ സ്തോത്രം ചെയ്യുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്ന വത്സല്യ സഖികളുടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ കാര്യങ്ങൾക്ക് വളരെ മുൻഗണന കൊടുക്കുകയും കർത്താവിൻ്റെ വേലയിൽ വ്യാപകനായിരിക്കുകയും ചെയ്യുന്ന വാത്സല്യ കുടുംബം, ആ കുടുംബത്തിലെ തലമുറ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫലത്തിനെ അവർക്ക് ലഭിക്കുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വളരെ വ്യക്തതയോടെ വായിക്കുമ്പോൾ അവിടെ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായ അനേക ക്രമീകരണങ്ങൾ അവിടെ പറഞ്ഞു വരുന്നു. അങ്ങനെ പറഞ്ഞു വന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ 15-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് എത്തിക്കഴിയുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കും. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഒരു വലിയ നിർദ്ദേശമാണ് അപ്പോസ്തലനായ പൗലോസ് കൊടുത്തത്. എങ്ങനെ ജീവിക്കണം? സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കും. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യം, വിവാഹിതരുടെ കിടക്ക നിർമ്മലമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെ ദൈവം, വ്യഭിചാരികളെ ദൈവം വിധിക്കും. പിന്നെ എഴുതിയിരിക്കുകയാണ് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തത് ആയിരിക്കട്ടെ. മാത്രമല്ല അവിടെ അടുത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. എന്നാൽ
ഞാൻ ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. മക്കളെ, ഉള്ളത് കൊണ്ട് നീയാണ് തൃപ്തിപ്പെടണം. അങ്ങനെ തൃപ്തിപ്പെട്ട ഞാൻ ഒരു നാളും നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വാഗ്ദാനമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ സമാധാനത്തിൽ ജീവിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. ഈ രണ്ട് കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ പ്രിയ മാർട്ടിൻമോളും പ്രിയ മിനിമോളും, രണ്ട് കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവർ. ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അല്പം വ്യത്യസ്ത കാണാൻ സാധ്യതയുള്ള രണ്ട് പശ്ചാത്തലമാണ്. ഈ രണ്ട് പശ്ചാത്തലത്തിൽ രണ്ട് സാഹചര്യങ്ങളിൽ എടുത്തു പറഞ്ഞാൽ രണ്ട് ഭാവങ്ങളുള്ള മാതാപിതാക്കന്മാരിൽ ജനിച്ച് വളർത്തപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് യോജിക്കുമ്പോൾ അവരിൽ രണ്ട് കുടുംബങ്ങളിലും ഉണ്ടായിരുന്ന മാതാപിതാക്കന്മാരിൽ ഉണ്ടായിരുന്ന ഭാവം ഈ കുഞ്ഞുങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകുവാൻ കഴിയുമ്പോഴാണ് കുടുംബജീവിതം ചെയ്യുന്നത് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ടാണ്. ഞാൻ ഒത്തിരി വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. 3 ഭാവങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ 3 ഭാവങ്ങൾ ഞാൻ പറയുമ്പോൾ ഈ ഭാവങ്ങളെല്ലാം ഒരു ഭവനത്തിൻ്റെതല്ല, വ്യത്യസ്തമായ 3 ഭാവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ ഉണ്ട്. ഒന്നാമത്തെ ഭാവം പേരന്റ് സ്റ്റേറ്റ്, പിതൃഭാവം. രണ്ടാമത്തേത് ചൈൽഡ് സ്റ്റേറ്റ്, ശിശുഭാവം. മൂന്നാമത്തേത് അഡൽട്ട് സ്റ്റേറ്റ്, പക്വഭാവം. ഈ 3 ഭാവങ്ങൾ വ്യത്യസ്തമായി കുടുംബങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളാണ്. പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർവഹിക്കാം. പേരന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ പിതൃഭാവം എങ്ങനെയുണ്ടോ ഏകദേശം അതുപോലെ ആയിരിക്കും ആ വീട്ടിലെ തലമുറ ഇടപെടാൻ സാധ്യത ഉള്ളത്. മറ്റൊരു വീട്ടിൽ ചൈൽഡ് സ്റ്റേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ശിശുഭാവം. അപ്പോൾ ആ ഒരു മനോഭാവത്തിലായിരിക്കും ആ വീട്ടിൽ ജനിച്ച കുഞ്ഞുങ്ങൾ ഇടപെടുവാൻ താല്പര്യപ്പെടുന്നത്. മൂന്നാമത്തേതാണ് അഡൽട്ട് സ്റ്റേറ്റ്, അതാണ് പക്വഭാവം. അപ്പോൾ ഈ പക്വഭാവം നമുക്കുണ്ടാകണമെങ്കിൽ 2 കുടുംബാന്തരീക്ഷത്തിലുള്ള 2 ഭാവങ്ങളും ഉള്ളതുപോലെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ആ പക്വഭാവത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നത്. ഒരു കൊച്ചു ഉദാഹരണം കൊണ്ട് ഞാൻ പറഞ്ഞ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഈ വാത്സല്യ മകൻ, ഞങ്ങളുടെ പ്രിയ പൈതൽ മാർട്ടിൻ, പ്രിയ കുഞ്ഞ് ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് വാഹനമെടുത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു മറവില്ല. എന്താ മറവെന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സ് ഞാൻ എടുത്തില്ല. ഉടനെ കാർ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് തന്നെ ഈ പ്രിയ മാർട്ടിൻ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി പ്രിയ ലിനിമോളെ വിളിച്ചു. ലിനിമോളെ, നീ എൻ്റെ പേഴ്സ് കണ്ടോ? ഉടനെ ലിനിമോൾ പറയാണെന്നിരിക്കട്ടെ, ഈ പുള്ളിക്ക് എപ്പോഴും ഈ ഷോക്കാണ്. നിങ്ങളുടെ പേഴ്സ് ഞാൻ കണ്ടോ? വെച്ചെടുത്ത് നോക്കുന്നേ. അതാണ് പേരൻസ്, പിതൃഭാവം. അങ്ങനെ മോളങ്ങനെ പറയാം. അപ്പോൾ ആ ഒരു നിലവാരം നമുക്കുണ്ടാകരുത്. അപ്പോൾ ഞാനാണോ വെച്ചെടുത്ത് നോക്കും എന്ന് പറയുന്നതാണ് പേരന്റ് സ്റ്റേറ്റ്. ചൈൽഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഈ കാര്യം ഈ മോളോട് ചോദിച്ചു. മാർട്ടിൻ മോൾ ലിനിമോളോട് ചോദിച്ചു, എൻ്റെ പേഴ്സ് കണ്ടപ്പോൾ അത് കണ്ടോന്ന് ചോദിച്ചപ്പോൾ ലിനിമോൾ പറയാ, ഒരു ചെറിയ കണ്ണീര് പാസ്സാക്കി ഈ അച്ഛനെ എപ്പോഴും എന്തെങ്കിലും കണ്ണിലേക്ക് എന്നോട് ചോദിക്കും. ഞാൻ എവിടെ ചെന്ന് കാണും. നല്ല വിനയഭാവത്തോടെ സംസാരിക്കണമെങ്കിലും
അതിന് ശിശുഭാവം എന്ന് പറയും, ചൈൽഡ് സ്റ്റേറ്റ്. അപ്പോൾ അതും പാടില്ല. പിന്നെ എന്താ വേണ്ടത്? നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാകേണ്ടത് പക്വഭാവം അല്ലെങ്കിൽ അഡൽ സ്റ്റേറ്റ്. അപ്പോൾ ആ അഡൽ സ്റ്റേറ്റ് ആണെങ്കിൽ എങ്ങനെ പറയും? മാറ്റങ്ങൾ ചോദിക്കുന്നു, എന്റെ പേഴ്സ് കണ്ടോ? നീനുമോളോട് ചോദിച്ചപ്പോൾ നീനുമോൾ മറുപടി പറയുന്നു, അച്ഛനാ ഞാൻ കണ്ടില്ല, നമുക്ക് ഒന്നിച്ച് നോക്കാം, ഞാൻ വേഗത്തിൽ കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോൾ അവിടെ അഡൽ സ്റ്റേറ്റ്, പക്വഭാവം. ഈ 3 ഭാവങ്ങളിൽ ഏതാണ് നിങ്ങൾക്കുള്ളത് എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. എന്നാൽ ഈ ഭാവങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചേരുമ്പോൾ അഡൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കണം, പക്വഭാവം. എങ്കിൽ മാത്രമേ കുടുംബജീവിതം മനോഹരമാക്കുവാൻ കഴിയുള്ളൂ. ആ കാര്യം വളരെ വ്യക്തമായി ഓർക്കാം. മോൻ തിരിച്ചു അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ പക്വഭാവം ഉണ്ടായിരിക്കണം. എവിടെയെങ്കിലും അർജന്റായിട്ട് പോയിട്ട് വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാനായിട്ട് മേശയുടെ മുൻപിൽ ഇരിക്കുമ്പോൾ ചോറ് കൈയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വലിയ തലമുടി സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വീട്ടിലെയാണ്. അപ്പോൾ ആ തലമുടി കണ്ടപ്പോൾ മാർട്ടിൻമോൻ പറയാം, അല്ലേ ഇവിടെ എപ്പോഴും എടുക്കാം, എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, എന്തിനായി ചോറ് എന്ന് ചോദിച്ചാൽ അവിടെ പേരൻസ് ഇല്ല, വളരെ പക്വഭാവമില്ല, മോളെ അനക്ക് കൊടുക്കില്ല. അപ്പോൾ പിന്നെ എന്തോ പറയണോ? ഉടനെ ഈ വാത്സല്യ മാർട്ടിൻമോൻ പറയാം, ഒരു തലമുടി കിട്ടി, ഇത്ര അഴകുള്ള ഒരു തലമുടി നിനക്കൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രശ്നമാണ് അവിടെ പക്വഭാവം ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെ പരസ്പരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന നല്ല ഭാവങ്ങളുള്ള, പക്വഭാവമുള്ള മനോഭാവങ്ങൾ ഈ വാത്സല്യ കുഞ്ഞുങ്ങളിൽ ഉണ്ടായാൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അധികം വാക്കുകൾ ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം സമയം പാലിക്കണമല്ലോ. ഞാൻ ഈ സന്ദർഭത്തിൽ വാത്സല്യ മക്കളോട് ഒരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് മാതാപിതാക്കന്മാരുണ്ട്. ആ മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ പ്രസംഗിച്ചു വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് ഒന്നും കൊടുക്കരുത്. പറഞ്ഞ എന്നെ നെഞ്ഞു കിട്ടിച്ചു. എന്തോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ, നിന്റെ അപ്പനും അമ്മയ്ക്കും ഒന്നും കൊടുക്കരുത്. ഇത്രയും കേട്ടപ്പോൾ എനിക്ക് വലിയ ഭാരമുണ്ടായി. പിന്നെ തൊട്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അപ്പനും അമ്മയ്ക്കും ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തത് കൊടുക്കുകയല്ല, നിങ്ങൾക്കുള്ളതെല്ലാം അവർ എടുക്കുകയാണ്. എടുക്കാനുള്ള അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പ്രസംഗത്തിന്റെ ആശയം എനിക്ക് മനസ്സിലായി. കൊടുക്കുകയല്ല, കൊടുക്കുന്നതിനേക്കാൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എടുക്കാൻ കഴിയുന്ന ഒരു അനുഭവം. മോനെ ഒരു കാര്യം പറയാം, മോനെ വിവാഹവേദിയിൽ ഇവിടെ വന്നിരിക്കും. മോന്റെ ജനനം മുതൽ ഈ പ്രായം വരെ മോനെ വളർത്തിയ മാതാപിതാക്കന്മാരാണ് അവർ രണ്ടുപേരും. ഒരു കാര്യം ഓർക്കണം, മോൻ ജനിച്ചു കഴിഞ്ഞ് ഏതാണ്ട് ഇങ്ങനെ പ്രായത്തിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നടക്കാനുള്ള ആ സാധ്യതകളും പ്രായങ്ങളും ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ മോനെ കൈ പിടിച്ച് നടത്തിയത്, നടപ്പ് പഠിപ്പിച്ചത് ആ വാത്സല്യ അമ്മ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എത്ര നന്മയുണ്ടായാലും എത്ര ഉയർന്നാലും നടപ്പ് പഠിപ്പിച്ച അമ്മ വീഴാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, അവർ കണ്ണീരൊഴുക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം പ്രിയ മോനുണ്ട്, മോഹം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആയിരിക്കുന്ന പിതാവ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ പിതാവ് ഇത്രയും വിദ്യാഭ്യാസത്തിൽ ഉയർച്ച വരും.
അദ്ദേഹത്തിൻ്റെ വിയർപ്പും പണവുമാണ് ദൈവം. അതുകൊണ്ട് ഇങ്ങനെ തലയുയർത്തി നിൽക്കുവാൻ നിങ്ങളെ വിദ്യാഭ്യാസം തന്ന് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സാമ്പത്തികത നിങ്ങളുടെ പിതാവ് തലകുലിക്കാതെ നിങ്ങൾ നിമിത്തം മോളെ തിരിച്ചു നൽകി മോളെ മാതാപിതാക്കന്മാരുള്ള ബന്ധത്തിൽ നടന്നു പഠിപ്പിച്ച അമ്മ വീടാണ് സൂക്ഷിക്കുന്നത്. മോളെ വിദ്യാഭ്യാസം ചെയ്ത പ്രിയപ്പെട്ട പിതാവ് നിങ്ങൾ തലകുലിക്കാൻ ഇടയാക്കുക. തല ഉയർത്താൻ അവസരം ഉണ്ടാക്കി തന്ന അപ്പൻ തലകുലിക്കാൻ ഇടയാക്കുക. ആ വേളയിൽ വളരെ ശക്തമായി സൂക്ഷിച്ച് നിങ്ങൾ ഈ ഒരു ജീവിക്കും. എൻ്റെ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഇപ്പോൾ പറയട്ടെ. മുമ്പേ പറഞ്ഞെങ്കിലും ഇരിക്കുന്ന മാതാപിതാക്കുന്ന മനോർത്തോടാണ് എനിക്ക് മുമ്പിൽ കഥാമനദാസൻ ഓർമ്മിച്ചെങ്കിലും ഒന്നും എടുത്തു പറയുക. നിന്റെ അമ്മ നിന്റെ അമ്മ, അച്ചായൻ്റെ അമ്മ അച്ചായൻ്റെ അമ്മ എന്ന ഭാഷ നമ്മൾ ഉപയോഗിച്ചിരുന്നു. മോളെ പപ്പയും മമ്മിയും മോൻ്റെ പപ്പയും തുല്യമായിട്ടുണ്ട്. ഞങ്ങളുടെ പപ്പ ഞങ്ങളുടെ മമ്മി എന്ന് പറയുവാൻ കഴിയുന്ന വ്യക്തതയുടെ ഒരു ഹൃദയവിശാലത അകത്തുണ്ടെങ്കിൽ അനുഗ്രഹിക്കുന്നത്. വാത്സല്യ സജീവ ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത്, ഈ കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞ് ഇന്ന് വീടിൻ്റെ വാതിൽക്കൽ പടി കയറുമ്പോൾ മാതാപിതാക്കന്മാർ നിങ്ങൾ രണ്ടുപേരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയണം, ദൈവമേ ഞങ്ങൾക്ക് ഒരു മകളെ കൂടെ ഭൂമിയിൽ ദൈവം തന്നു. ഇവിടെ ഇരിക്കുന്ന വാത്സല്യ നിങ്ങളുടെ പപ്പയുടെ മമ്മയോട് ഞാൻ പറയുകയാണ്, ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പടി കയറുമ്പോൾ നിങ്ങൾ പറയണം, ഞങ്ങൾക്കൊരു മകനെ കൂടെ ദൈവം തന്നു. ഈ കാഴ്ചപ്പാട് കുടുംബം മനോഹരമാക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഏറെ താമസിയാതെ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ തൻ്റെ സമയമാവാട്ടിയെ ചേർക്കുവാൻ ഇതുവരെയും ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ആ മണവാട്ടി പദത്തിലേക്ക് എത്തിച്ചേരുവാൻ ഒരുക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ന് ഒരുക്കപ്പെടുന്നതിന് ഒരവസരം കൂടെ എന്ന് മനസ്സിലാക്കി ആയതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി നിങ്ങളെ സ്നേഹത്തോട് ആഹ്വാനം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങളെ സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. മാത്രമല്ല എൻ്റെ മകൻ ടൈറ്റസ് ജോൺസൺ ചില നാളുകളിൽ ഈ ലോക്കൽ സഭയിൽ നമ്മുടെ നാട്ടിൻമോൻ്റെ സഭയിൽ ഇരുന്നതാണ്. ആ പ്രിയപ്പെട്ടവരെ വിളിച്ച് എൻ്റെ ആശംസ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ അതിലൂടെ ഞാൻ ഓർപ്പിക്കുന്നു, ദൈവങ്ങളുടെ കുടുംബമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ കൊണ്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ ഇവിടെ വെച്ച് നടത്തുവാൻ കർത്താവിന്റെ പ്രസാദം തോന്നിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാറ്റിനെയും പ്രിയ എന്നെയും ഞങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. ഉപയസമ്മതത്താൽ ദൈവമേ ഒരു കുടുംബമായി തീരുവാൻ എന്റെ പകൽക്കാലം കർത്താവിന്റെ പ്രസാദം തോന്നിയല്ലോ. അവരുടെ കുടുംബ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് ചൊല്ലുകയും കർത്താവ് ഈ ശുശ്രൂഷകൾ വളരെ ഭംഗിയായി ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമോട് പകരേണ്ടതിന് അങ്ങയുടെ ദാസനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുടുംബങ്ങൾക്കും അനുഗ്രഹമായി ഈ പുതിയ കുടുംബം ഇന്ന് മാറപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കർത്താവ് ചൊരിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇവിടെ എടുക്കുന്ന ഉടമ്പടി പോലെ കർത്താവിന്റെ വരവോടോ അല്ല മരണത്തോളമെങ്കിൽ അങ്ങനെ കർത്താവെ വിശ്വസ്തരായി ജീവിക്കാൻ ദൈവം സഹായിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ചല്ലോ. തുടർന്നും ശുശ്രൂഷകളെ മാനിച്ച് അനുഗ്രഹിക്കണമേ. നന്മയ്ക്കായി എല്ലാം ചെയ്യണം. പ്രാർത്ഥന കേൾക്കുന്നത് പോലെ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ കരുണയോടെ കേൾക്കുമാറാകട്ടെ.
വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ നടത്തി കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി ആയിരിക്കാനായിട്ട് ഓർക്കുക. കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുന്നു, സകല രഹസ്യങ്ങളെയും ന്യായവിധി ദിവസത്തിൽ അവയെ വെളിപ്പെടുത്തുന്നവരുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, വിശുദ്ധ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സമാണ് മറ്റുള്ളവർ അറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് ഇല്ല എന്ന് സമ്മതിക്കുന്നവരുമുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർട്ടിൻ പി മാത്യുവിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപത്ത് ലിനി ആർ പെരേര എന്ന ഈ വാത്സല്യ പെൺകുഞ്ഞിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണ്. മരണത്താൽ ലോകത്തിൽ ഒരു വേർപാടുണ്ടാകുന്നത് പോലെ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് അവസ്ഥയിൽ അവളോട് മാത്രം ചേർന്നിരിക്കാൻ തീരുമാനിക്കുന്നു. പ്രിയ ലിനി ആർ പെരേര അമ്മയോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന മാർട്ടിൻ പി മാത്യു എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നമുക്ക് സമ്മതമാണോ? മരണത്താൽ ലോകത്തിൽ ഒരു വേർപാടുണ്ടാകുന്നതുപോലെ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് അവസ്ഥയിലും അദ്ദേഹത്തോട് മാത്രം ചേർന്നിരിക്കാൻ തീരുമാനിക്കുന്നു. വാത്സല്യ കുഞ്ഞുങ്ങൾ അവരുടെ സമ്മതം വെളിപ്പെടുത്തിയിരിക്കുന്നു. Thank you.
മനോഹരമായ ഞാൻ ഇന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു. മരണത്താൽ ലോകത്തിൽ ഒരു വേർപാട് ഉണ്ടാകുന്നതുവരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും രോഗത്തിലും ആരോഗ്യത്തിലും അങ്ങേ സ്നേഹിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ഭയപ്പെട്ടു ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ചുകൊള്ളാവുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ അങ്ങയോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളുന്നു. ഈ ഉഭയസമ്മതത്തിന് സമയം സാക്ഷികൾ Oh
ദൈവങ്ങളിലേക്ക് ഭരണപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന കേട്ടതിനോട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പരിശ്രമാർഗത്തിൽ വന്നു. ഏത് കാരണത്തിലെയും ഭാര്യ കൃഷിക്ക് ലഭിക്കണമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനാൽ സൃഷ്ടിക്കാൻ ആദ്യം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു വരുന്നു. അത് നിമിത്തം മനുഷ്യൻ അമ്മയെയും അമ്മയെയും വിട്ട് ഭാര്യയോട് എത്തിച്ച് ഇരുവരും ഒരു ദേഹമായി എന്ന് വർണ്ണിച്ചിരുന്നു. നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ വേറെ കണ്ണല്ല, ഒരു ദേഹം അത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന ഉത്തരം പറഞ്ഞു. അവർ അവനോട് ഉപേക്ഷപത്രം കൊടുത്തിട്ട് അവളെ അപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ച എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയങ്ങളുടെ നിമിത്തമത്രേ ഭാര്യയെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. മക്കളെല്ലെങ്കിൽ ഇരുവരും വാക്യങ്ങളാണ് വായിച്ചത്. മോനെ സ്വന്തം ഒരിക്കലും അവകാശം പൊതുസഭയോട് മാത്യു എന്ന ഈ പ്രിയപ്പെട്ട വൈദ്യുതൻ, ലിനിയ പെരേര എന്ന ഈ പെൺകുഞ്ഞ് ഇന്നേ ദിവസം പരസ്പരം ഉഭയസമ്മതം ചെയ്ത് ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു എന്ന വിവരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധം ചെയ്യുന്നു. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുകയും അവരുടെ വല്ലവരും വചനം അനുസരിക്കാത്ത വർഷം ഭയത്തോടുകൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടിപ്പിക്കുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതിലല്ല, സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന അശ്വഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢപക്ഷത്തിനെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറലാകുന്നു. ഇങ്ങനെയല്ലോ കൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണി പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായിത്തീരുന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം വിലകീന പാത്രമെന്നും അവർ ശീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശമെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുന്നു. 5-ാം അധ്യായം 22 ഭാര്യമാരെ കർത്താവെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിക്കുന്ന പോലെ ഭാര്യമാരെ ഭർത്താക്കന്മാരുടെ സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അവരവരുടെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കരാചുരുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ നിഷ്കളങ്കീയമായി തനിക്ക് തന്നെ തേജസ്സോടെ മന്ത്രത്തിനും തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. അവരുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം സ്നേഹിക്കുന്നതാകും. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ സ്നേഹിക്കുന്നു. ആരും തന്നെ ജഗത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്തതുപോലെ പുറത്തേക്ക് ചെയ്യുന്നത്. നാം അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളോ അതുകൊണ്ടും ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും കൊണ്ട് ഭാര്യയോട് ചെയ്യും.
ഇവരുടെ ഒരു ദേഹമായ ദൈവമാണോ പറയുന്നത്? ക്രിസ്തുവിനെയും സഭയും ഉപദേശിച്ചവരെ പറയുന്നത്. എന്നാൽ നിങ്ങൾ നല്ല തന്നെ ഓരോരുത്തരും താങ്കളുടെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം. ഭാര്യയോ കർത്താവിന് ഭയപ്പെടേണ്ടതാകുന്നു. മക്കളെ, നിങ്ങളുടെ അമ്മമാരെ കർത്താവിന് അനുസരിക്കും, അത് ന്യായമല്ലോ. 128 സങ്കീർത്തനം ആശംസ സങ്കീർത്തനങ്ങൾ വായിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. യഹോവയെ ഭയപ്പെടുന്ന വഴിയിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനം ഫലത്തെ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റുമുള്ളതേകൾ പോലെയും ഇരിക്കും. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിംഹോനെ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ നിശ്ചയത്തിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം.
സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ സ്വർഗീയ പിതാവേ, ഈ പ്രിയ മക്കളുടെ വിവാഹം വെച്ച് നടക്കുവാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നിയതുകൊണ്ട് സ്വാഗതം. ഈ കുഞ്ഞുങ്ങളുടെ ജനനം മുതൽ കർത്താവെ അവരുടെ പരിപാലിച്ചതെല്ലാം ഓർക്കുന്നു. മാന്യമായ നിലയിൽ ദൈവം നടത്തി അവരെ കർത്താവെ ആദിനെയും വളർത്തുവാൻ പ്രിയ മാതാപിതാക്കൾക്ക് ദൈവം ഇടയാക്കി. നല്ല വിദ്യാഭ്യാസവും ജോലിയും എല്ലാം ദൈവം നൽകി. എന്നാൽ അതിലുപരിയായി കർത്താവിനെ സ്നേഹിക്കാനും ദൈവങ്ങളായി ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവാഹ ശിക്ഷയിൽ പകരപ്പെട്ട തിരുസാന്നിധ്യത്തിനായി സ്വാഗതം. പ്രധാന ശുശ്രൂഷത്തിന് വഹിക്കാൻ അവിടുത്തെ പിന്നിലെ നിലപ്പെടുത്തിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനത്തിൽ നിന്ന് ഓർപ്പിക്കുവാൻ അവിടുത്തെ ദാസന്മാർക്ക് നൽകിയ കൃപയ്ക്കായി സ്വാഗതം. വിവിധ നിലകളിൽ ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാവുന്ന കർത്തദാസന്മാർക്കായി, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കുടുംബങ്ങളോടൊപ്പം വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നല്ല കാര്യത്തിനായി സ്തോത്രം. ഞങ്ങൾ വിശേഷാൽ ദൈവമേ മാറ്റിനും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ കുഞ്ഞുങ്ങളെ ഓർക്കണമേ. അവരുടെ കുടുംബജീവിതത്തിൽ വേണ്ടുന്ന ആത്മിക നന്മകൾ, ഭൗതിക നന്മകൾ, ആരോഗ്യപരമായ മികവ് എല്ലാ നിലയിലെയും ഉണ്ടാക്കണമേ. ആയുഷാരോഗ്യം കൊടുത്ത്, പുത്രസമ്പത്ത് കൊടുത്ത് ദൈവമെ എവിടെ ആക്കപ്പെട്ടിരുന്നാലും കർത്താവിന്റെ നല്ല സാക്ഷികളായി ജീവിക്കാൻ ദൈവം കൃപ നൽകുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ദൈവത്തിനെതിരായി ഓളങ്ങൾ വരുമ്പോൾ തിരമാലകളെ അടക്കിയ ദൈവം ഇവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അസ്വസ്ഥതകൾ വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. തർക്കവും വാദവും മറ്റും ഉണ്ടാകുമ്പോൾ എമൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന കർത്താവ് ഇവരോട് കൂടെ ഇരിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അബ്രഹാം കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം, ഇസഹാക്ക് കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബ് കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം, ബോസിനെയും രൂത്തിനെയും അനുഗ്രഹിച്ച കുടുംബം, അഖിലാവ് പ്രിസ്കില ദമ്പതികളെ അനുഗ്രഹിച്ച ദൈവം ഈ കുട്ടികളെയും അനുഗ്രഹിക്കുവാനാകണമേ. കുടുംബങ്ങൾക്ക്, സഭകൾക്ക്, അവരാക്കപ്പെടുന്ന ദേശത്തിന് ഈ മക്കൾ അനുഗ്രഹമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ കുട്ടികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവെ കേൾക്കണമേ. ആമേൻ. പിതാവിന്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഉഭയസമ്മതത്തിലൂടെ വിവാഹ ജീവിതത്തിലേക്കും കുടുംബബന്ധത്തിലേക്കും പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയ മാർട്ടിൻ ഇനി രണ്ടുപേർക്കും പ്രത്യേകമായ ആശംസകൾ ഞങ്ങൾ നേരുകയാണ്. മാർട്ടിൻ എന്ന പേര് ചരിത്രത്തിൽ വലിയ പ്രസിദ്ധമായ പേരാണ്. ക്രിസ്ത്യൻ ജീവിതത്തിൽ അതിന് വലിയ മൂല്യങ്ങളുണ്ട്. ഇതിലൂടെ ചെയ്യുമ്പോൾ അത് അർത്ഥപൂർണമായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇരുവരും ചേർന്നുള്ള കുടുംബബന്ധങ്ങൾ ഏറ്റവും പരിപാലനവും ശ്രേഷ്ഠവും ദൈവം ആഗ്രഹിക്കുന്ന നിലവിൽ ഉള്ളതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹിച്ചാനോടൊക്കെ നിങ്ങൾ ചേർന്ന് ഞങ്ങൾ ടീമായിട്ട് ശാലയിൽ ഗോസ്ബൽ എന്ന പേരിൽ മാത്യു, അനിൽ പാസ്റ്റർ, സാംസൺ തോമസ്, സുമേഷ് തുടങ്ങിയവർ ചേർന്ന് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമാകുവാൻ കഴിഞ്ഞത് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രധാനം നൽകുകയാണ്. രണ്ടുപേരും ചേർന്ന് ഇത് ചെയ്യും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പത്രികാ സംഘടനയായ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് പ്രിയ മാർട്ടിൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരുന്നായിരുന്നു. എന്നോടൊപ്പം തിരുവല്ല സംഘങ്ങളുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി ഞങ്ങൾക്ക് ഒരുമിച്ച് സേവന പ്രവർത്തനങ്ങൾക്ക് പങ്കുവഹിക്കുവാൻ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ അവസരം തന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു പയ്യനാണ് മാർട്ടിൻ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ലിനി എന്ന വാക്കിൻ്റെ അർത്ഥം മൃദുവാണ്. നല്ല മനോഹരമായി മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കാൻ കഴിയുന്ന എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഞാൻ തീർച്ചയായും മനസ്സിലാക്കുന്നു. വേദനകളെ ഒപ്പിയെടുത്ത് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരുവാൻ നിങ്ങളുടെ കുടുംബജീവിതം സഹായിക്കട്ടെ. നിങ്ങൾ അനേകർക്ക് ഒരു മാതൃകയായി തീരട്ടെ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പത്രികാ സംഘടനയായ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും.
ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. വിശേഷമായ സന്തോഷം വളരെ സജീവമാകുന്ന പ്രിയ സൈജാനോട് വിശേഷിച്ച് ഞങ്ങളുടെ മാറ്റങ്ങൾ ഉപയോഗിച്ചു ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെയും നല്ല നിമിഷങ്ങളൊക്കെ എല്ലാവരും സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് മാറ്റി ചർച്ചിന്റെ പുത്രിയ സംഘടനയായ സിഗലിന്റെ സെക്രട്ടറിയായി ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വർഷം സെക്രട്ടറിയായിട്ടുള്ള ഒരു അതിഥിയുടെ സഹോദരനാണ്. നല്ല കാലഘട്ടത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഒരു കുടുംബജീവിതത്തിന് ആവശ്യമാകുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സർവശക്തരായ ദൈവം നൽകട്ടെയുള്ള പ്രാർത്ഥന ആശംസയും അറിയിച്ചുകൊണ്ട് വിശേഷിച്ച പ്രതികരിച്ചു പ്രിയ അച്ഛൻ കടന്നുള്ള സഭയുടെ ഒരു പ്രധാന സിയുടെ അംഗങ്ങൾ മുന്നോട്ട് കടന്നുവന്ന് അവരുടെ ഒരു പ്രധാനവും സമർപ്പിക്കുന്ന ദൈവങ്ങളെ അനുഗ്രഹിക്കുമാണ്. ശ്രീകാര്യം IPC സഭയുടെ സെക്രട്ടറി റെജി ജോർജ് മുന്നോട്ട് വന്ന് ആശംസ അറിയിക്കും. റെജി ജോർജ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയ ബിനിമോൾ, പ്രിയ മാധവൻ, ഒരു ക്രിസ്തീയ കുടുംബത്തിലൂടെ ഈ ഭൂമിയിൽ പിറക്കുവാൻ ദൈവം സഹായിച്ചു. നല്ല വളരെ നല്ല കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നതിനിടയായിരുന്നു. അതുകൊണ്ട് ഞാൻ സമയത്തുള്ള പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിലെ സകലം ഭൂമിയിലെ സകലം നമ്മളാൽ ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശ്രീകാര്യ ദേവസ്വയുടെ എല്ലാവിധ ആശംസകളും ആവശ്യങ്ങളും ഞങ്ങൾ നേരുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴൊക്കെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ആവശ്യങ്ങളെ അപേക്ഷിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഒരു ഉപഹാരം ഞങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. കാഴ്ചയ്ക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ ഉപഹാരമാണ്. അത് ദിനംപ്രതി രാത്രികൾ ധ്യാനിക്കുന്നവർ ഭാഗ്യമാണെന്ന് എഴുതിയിരിക്കുന്നത്. ആയാൽ നിങ്ങൾക്ക് ഉപകാരമായി തീരട്ടെ എന്ന് ആവശ്യങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സഭയുടെ ആശംസകൾ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിർവാഹം താങ്ക്സിന് വേണ്ടി സജു മാത്യു. Praise God, everyone. I'll make it very fast actually. First of all, on behalf of the family, we want to express our heartfelt gratitude for each and every individual over here. First of all, Devathinu Nandi Parayunnu. Devathinu Maha Karunayum Maha Krupayum ee wedding il undayirunnu. So once again, I'm giving all the thanks, grace, everything to our Almighty God, the Lord Jesus Christ. Okay, and moving to the next one, we want to thanks to our chairman on beautifully conducting the ceremony and guiding throughout this sacred moment. So we would like to give a thanks to the pastor Cherian Anthony as well. Okay, and a special thanks to Pastor T.M. Philip, Sharon Fellowship Church Center Minister Tiruvalla. Pastor, we are very thankful for that. Okay. And moving to the next one, we are also deeply, gratefully, thanking for all the pastors who shared the word of God, especially two of the pastors who shared the word of God, which is really required for Martin brother and also sister, and also for each and every individual who was sitting over here. So we would like to give a special thanks to the pastor, Pastor Sajimon V. Sharia. He is a IPC Srigaryan Church pastor, and also Church of God CFS Central Minister Marika Lacey, Pastor Kuriya Nandi as well. So we would like to give thanks to you, Pastor. And for all the pastors who are sitting over here and gave all the blessing, and also a lot of pastors who are sitting right there, and we would like to give all the thanks for all the servants that God has done. Okay. Moving to the next one, a special thanks to the music team, the excellent band, whose melodies brought such joy and grace to this occasion. They made this occasion very beautifully, and they sang fantastically. So we would like to give all the thanks to them as well. And we also appreciate the catering team, the Carnival catering, for the delicious food. I know that time is going on, we are all waiting for that, and we would like to give a thanks to them as well. Okay? And special thanks to the videographer team and also the photographer team.
studio for capturing this memories that will stay for a long, long time. And also I would like to give a special thanks to them, because at this point of time, the live streaming is going on, so the people we are privileged that we are being over here, we are attending the wedding. A lot of people, they're not able to make it, but the live is going on, the streaming is going on, so which means thanks to them, because they are helping a lot of people to watch from their home at their conference. Okay? And thanks to the stage decoration, we can see that very beautifully they have made it. So we are also giving a thanks to the stage decoration team as well, and for the auditorium, the people who make sure that things are happening, the electricity, the water, and everything. We would like to give a thanks to the auditorium management as well. And special thanks to Lini sister and also Lini sister's parents, Rajmangal and Sherry Andy, and all the relatives all the way from different part of Kerala and also from Trivandrum. We would like to give special thanks on behalf of each and every family member who is sitting right there. And then thanks to Pastor Sajul Joseph, the Church of God from Jesus Christ from Sharjah, visiting from all the way from Sharjah, coming here and blessing this wonderful wedding. We would like to give a thanks to you as well. Okay, so that's it. And once again, I would like to give all the glory and all the honor to our Lord Jesus Christ. Because it's a very beautiful occasion that God has prepared. And thanks for each and every individual who are invited to the Lord of Efforts and come over here. We would like to give a special thanks to everyone for coming and attending this wedding. And thank you for your time and patience. And thank you for this wonderful time. Have a good time as well. May God bless all of us. നമ്മുടെ കളികളെ ദിവസമെടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവിന്റെ പ്രതിയമ്മേ, ഞങ്ങളുടെ സുഖസ്ഥാനായ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തെ ഓർത്തുകൊണ്ട് അതിന്റെ നാമത്തെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയും അവർക്ക് ഇന്ന് കുറെ കാലം അതിന് ബാധിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിന്റെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമത്തിന് മഹത്വത്തിനായി ഒരു ക്രിസ്തീയ ഭവനം കൂടെ ഈ പഴയകാല സംജാതമാകുവാൻ ദൈവത്തിൻ്റെ പ്രസാദവും ഇഷ്ടവും തോന്നുന്നതുകൊണ്ട് ഞങ്ങൾ അതിന്റെ സ്തോത്രം ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അങ്ങനെ ഗ്രഹങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഒരിക്കൽ കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പഴയകാലം ദൈവസഭയുടെ മധ്യത്തിൽ കർത്താവിനെ സാക്ഷി നിർത്തി കർത്താവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ നാമത്തിൽ ചെയ്ത തീരുമാനങ്ങളും പ്രതിഷ്ഠകളും ഉടമ്പടികളും ജീവിതത്തിൻ്റെ ഉത്സാഹങ്ങൾ പുലർത്തുവാൻ ദൈവകൃപ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ സഭ, കർത്തൃദാസന്മാർ, കർത്താവെ ക്ഷണിക്കൊണ്ട് കടന്നുവന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങനെ സമർപ്പിച്ച് അവരുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവിനെ താമസമെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളുടെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അധികം പ്രയോജനപ്പെടുവാൻ, അനേക ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവകൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച കർത്താവിനെ അനുഗ്രഹിക്കുന്ന ദൈവദാസന്മാർക്കായി വീണ്ടും സ്തോത്രം. പല സംസ്ഥാന ദൈവദാസന്മാർക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രോഗ്രാമുകൾ ചെയ്ത എല്ലാ ദൈവദാസന്മാർക്കായും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആത്മീയങ്ങൾ പറയുക നിന്റെ മക്കൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ആശീർവാദത്തോട് ദൈവമണികളെ മടക്കി വെച്ചാണ് പ്രാർത്ഥനകൾ മറുപടി കർത്താവ് നൽകിക്കാട്ട് മുസ്ലിം അരങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയുണ്ടായി കേൾക്കുമാറാകണം. നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ സംതൃപ്തിയും പിതാവായ സ്നേഹവും പരിശുദ്ധമായ വിശ്വാസക്കാരും നാം രാജവിഷയങ്ങളോടും പ്രാതിപാടികളുടെ എല്ലാ കാര്യങ്ങളോടും വിശ്വസാഹിത്യ പകരക്കാരൻ കുടുംബത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങളോടും അവ ഭാവി പരിപാടികളോട് എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ഈ പകരക്കാരൻ ചെയ്യുന്ന ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുനാമത്തെ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ആഗ്രഹിച്ച ഈ വിവാഹ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹമാക്കിയ ദൈവത്തിന് ഞങ്ങൾ സർവ്വ മഹത്വവും അർപ്പിക്കുന്നു.
ഭക്ഷണപദാർത്ഥങ്ങളായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, ശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് നൽകണമേ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകണമേ, ഉദാഹരണങ്ങളെ അനുഗ്രഹിക്കണമേ. ഭക്ഷിച്ച് മുഴുവനവും തിരുനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കാൻ മശികാമൂലം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. Frozen, I held my breath. Right from the start, I knew that I'd found a home for my heart. Beats fast, colors and promises. How to be brave, how can I love when I'm afraid to watching you stand alone. All of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you, darling. Don't be afraid, I have loved you for 1,000 years. I love you for 1,000 more. Time stands still, beauty and all she is. I will be brave, I will not let anything take away what's standing in front of me. Every breath, every hour has come to this. One step closer. I have died every day waiting for you, darling. Don't be afraid, I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. I love you for 1,000 One step closer. I have died every day waiting for you, darling. Don't be afraid, I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more.
लखवारी हाथ छोड़ दे, लखवारी दिल ये तोड़ दे, छोड़ के मैं तुझे ना जाऊंगा कहीं। हक तुझे है ये इश्क में, मुझसे नजर चाहे मोड़ ले, मेरी आंखों को तो ये हक मिला नहीं। एक तू ही तो है तेरे जैसा यहाँ, बाकी सारा जहां खामखा है। मतलब तेरी यारी से क्या लेना दुनियादारी से, तू बन मेरी हीर मैं बनूं तेरा रांझना है। मतलब तेरी यारी से क्या लेना दुनियादारी से, तू बन मेरी हीर मैं बनूं तेरा रांझना। लेकिन तो जो मिले, दुनिया क्या है रब से भी मैं रखूं फासले। धड़कनों का सफर तेरे बिन हो गए, तो ये जीना है किस काम का है। मतलब तेरी यारी से क्या लेना दुनियादारी से, तू बन मेरी हीर मैं बनूं तेरा रांझना। मतलब तेरी यारी से क्या लेना दुनियादारी से, तू बन मेरी हीर मैं बनूं तेरा
छोड़े वहाँ भी तू रहना साथ मेरे। सच कहो तेरे नाम पे दिल धड़कता है ये आज भी। हो देख के तुझे एक दफा फिर किसी को ना देखा कभी। शाम है सुकून की तू, शाम है सुकून की, चैन की घड़ी है तू। हाल ऐसा है मेरा आज भी इश्क तेरा, रात सारी जगाए मुझे। कोई मेरे सिवा जो पास आए तेरे तो बेकरारी सताए मुझे। जलता है ये दिल मेरा ओ यारा जितनी दफा चांद देखती है तू। मेरी जिंदगी है तू, मेरी जिंदगी है तू। कच्ची डोरियों 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 से मैनू तू बांध ले। पक्की यारियों 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 में होंदे ना फासले। ए नाराजगी कागजी सारी तेरी, मेरे सोहणिया सुन ले मेरी दिल दियां गल्लां। करांगे नाल नाल बैठ के अख नाले अख नू मिला के दिल दियां गल्लां। करांगे रोज रोज बैठ के सच्चियां मुहब्बतां निभा के। सताए मैनू क्यों दिखाए मैनू क्यों, एवें झूठी मूठी रुस के रुसा के दिल दियां गल्लां। करांगे नाल नाल बैठ के अख नाले अख नू मिला के। लखां तो छुपा के रखा अखां ते सजा के तू है मेरी वफा। रख अपना बना के मैं तेरे लिया यारा, ना पावी कदे दूरियां। तेनू लखां तो छुपा के रखा अखां ते सजा के तू है मेरी वफा। रख अपना बना के मैं तेरे लिया यारा, ना पावी कदे दूरियां। मैं जीना हाँ तेरा मैं जीना हाँ तेरा, तू जीना है मेरा। दस लेना की नखरा दिखा के दिल दियां गल्लां। करांगे नाल नाल बैठ के अख नाल अख नू मिला के दिल दियां गल्लां। रातां कालियां 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 ने मेरे दिल सांवले। मेरे हानियां 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 जे लगे तू ना गले। मेरा आसमां मौसमां दी ना सुने,
जिसमें मिला दूं वैसा है, खुशबू तेरा रंग कैसा है, जिसमें मिला दूं वैसा है, तुझ में मैं खो जाऊं, तेरी मैं हो जाऊं, साथ चलूं तेरे सैया। ख्वाबों का रंग कैसा है, नींदों में खोया रहता है। हाँ, पानी तेरा रंग कैसा है, जिसमें मिला दूं वैसा है। चहक उठता है दिन और शाम नगमे गुनगुनाती है, तुझे मैं याद करती हूँ तो हर शय मुस्कुराती है। तुझे पाने की धुन में, तुझे पाने की धुन में बस यही हर बार कहती हूँ। यादों का रंग कैसा है, कच्चा हो इश्क वैसा है, रातों का रंग कैसा है, मेरी आंखें हैं वैसा है। पानी तेरा रंग कैसा है, जिसमें मिला दूं वैसा है। खुशबू तेरा रंग कैसा है, जिसमें मिला दूं वैसा है। നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു
നന്മകൾ പോലുമേ എനിക്ക് സ്തുതി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കൈമാറി കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബന്ധത്തില് ദൈവത്തിന്റെ തക്ക സമയമായപ്പോൾ സഭാപ്രസംഗ മൂന്നിന്റെ പണികളിൽ പറയുന്ന പോലെ എല്ലാം അവരതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത പ്രകാരം ഭംഗിയായി കർത്താവ് ചെയ്യുവാനിടയായിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ടായിട്ടുണ്ട്. സംഘത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥന കേൾക്കുന്നവരായുള്ളവരെ സകല ജനവും നിങ്ങളിലേക്കാണ്. എൻ്റെ പ്രാർത്ഥന യാതൊരു കേട്ടതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവമായ കർത്താവ് അത്ഭുതമായി നമ്മളെ പരിപാലിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഏറ്റവും സന്തോഷകരമായി അനുഗ്രഹപ്രദമായി പിന്നീട് വിവാഹം നടക്കുവാനിടയായിട്ടുണ്ട്. അതിനോട് ബന്ധത്തിൽ ഭവനത്തിൽ പ്രാർത്ഥനയോടെ പ്രവേശിപ്പാൻ കർത്താവ് ഭാഗ്യമൊരുക്കുന്നു. വീണ്ടും അവരെ നമുക്ക് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ പരിശുദ്ധ പിതാവേ, ഇതിന് ഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാവുന്ന പ്രകാരം ജന്മനമേ ഹോവയെ വാഴ്ത്തുക, സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ജന്മനമേ ഹോവയെ വാഴ്ത്തുന്ന ഉപകാരങ്ങളൊന്നും മറക്കുന്നവരുടെ പ്രകാരം അവിടുത്തെ ഉപകാരങ്ങൾ മറക്കാത്തവരായി നന്ദിയുള്ളവരായിട്ട് ഞങ്ങളുടെ സന്നിധിയിൽ ഇന്നത്തെ ഈ സായാഹ്ന സമയത്ത് കടന്നു വരികയാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് കർത്താവ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായ ചില കുഞ്ഞുങ്ങളുടെ വിവാഹം ഭംഗിയായി ഉന്മേദനം നടക്കുവാനായിട്ടിടയായിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തമായ സാമീപ്യം ഉണ്ടായിരുന്നു. കർത്താവ് അവര് ദൈവപ്രകാരം ഒന്നായി തീരുവാൻ തക്കവരുടെ കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. ജീവിതമായി അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലൂടെ കുടുംബങ്ങൾ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സന്ധ്യയില് എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹമാക്കിയ ദൈവം തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇപ്പോൾ കർത്താവെ ഞങ്ങൾ പരസ്പരം കർത്താവെ അന്യായി മടങ്ങിപ്പോകുന്നു. പ്രിയന്റെ കുഞ്ഞുങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് മടങ്ങിപ്പോകുന്നു. അവരോടുകൂടി ദൈവത്തിന് വലിയ സാന്നിധ്യം ഉണ്ടാകണം. ക്ഷേമത്തിൽ എത്തിച്ചു കൃപ ചെയ്യണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ സംസർഗം നാം എല്ലാവരോടും വിശേഷ നിവാസിയുടെ കുടുംബത്തോടുകൂടെ ഇന്ന് വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.